43ാമത് ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ നിരവധി പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്ത് നമ്മൾ കണ്ടു. വളരെ വ്യത്യസ്തമായ ഒരു പുസ്തകമാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. പുസ്തകത്തോടൊപ്പം അതിൻ്റെ ഓതറുണ്ട് ഫർഹാൻ അക്തർ. സ്വാഗതം സുപ്രഭാതത്തിലേക്ക്. ബി എ ബ്രാൻഡ്. ഇന്നത്തെ കാലത്ത് എല്ലാവരും സ്വയം കാണിക്കും, നമ്മൾ സ്വയം ബ്രാൻഡിങ്ങിലേക്ക് തിരിയുന്ന ഒരു കാലമാണ്. അവർക്ക് ഒക്കെ വളരെ ഗുണപ്രദമാകുന്നതായിരിക്കുമോ താങ്കളുടെ പുസ്തകം? എന്താണ് പുസ്തകത്തെക്കുറിച്ച് പറയാനുള്ളത്? തീർച്ചയായിട്ടും. കാരണം പുതിയ കാലഘട്ടത്തിൽ സാമൂഹ്യ മാധ്യമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഈ ഒരു കാലഘട്ടത്തിൽ എങ്ങനെ ഈ ഒരു മീഡിയ സ്പേസിനെയും നമ്മുടെ ചുറ്റുള്ള അവസരങ്ങളെയും നമ്മുടെ വ്യക്തിഗത ബ്രാൻഡിങ്ങിന് വേണ്ടി ഉപയോഗപ്പെടുത്തി അതിൽ നിന്ന് ഒരു ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള ലെഗസി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻഡിവിജ്വൽ ബ്രാൻഡ്സിനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ആളുകളുള്ളത്. അപ്പം അവർക്ക് തീർച്ചയായിട്ടും ഇതൊരു നല്ലൊരു മുതൽക്കൂട്ടാവുന്ന രൂപത്തിലാണ് പുസ്തകം ചെയ്തിട്ടുള്ളത്. ഈ പേഴ്സണൽ ആയിട്ട് ബിസിനസ്സുകൾ റൺ ചെയ്യുന്ന ആളുകളുണ്ടാകും, ചിലപ്പോൾ ഈ പറയുന്ന പോലെ ഇൻഫ്ലുവൻസേഴ്സ് ആയിരിക്കും. അപ്പോൾ അവർക്ക് മാത്രമാണോ അതോ അവർക്ക് അപ്പുറത്തേക്ക് ഒരു സ്റ്റാർട്ടപ്പ് ഒക്കെ തുടങ്ങുന്നവർക്ക്? ഇപ്പോൾ നിരവധി ആളുകൾ അങ്ങനെ കണ്ടു. നമുക്ക് ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ പഴയതെടുത്ത് നോക്കുകയാണെങ്കിൽ അറ്റ്ലസ് രാമചന്ദ്രനാണ്. പുള്ളിയുടെ സ്വയം ബ്രാൻഡിങ് ആണ്. ഇപ്പോഴത്തെ ആണെങ്കിൽ ടെസ്ലയുടെ ഏറ്റവും വലിയ ഉദാഹരണം. ഈ ഒരു രീതിയിലുള്ള ഏതാളുകൾക്കാണ്, അതായത് ഇൻഫ്ലുവൻസ് ആ രീതിയിൽ പോകുന്നവർക്കാണോ അതോ ബിസിനസ് മോഡലായി ചെയ്യുന്നവർക്കാണോ അത് ഏറ്റവും യൂസ്ഫുൾ ആവുക? ബേസിക്കലി ഒരു ഫാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളും ഞാനൊക്കെ ബ്രാൻഡാണ്. ഈ ലോകത്ത് പടച്ചതമ്പുരാൻ നമ്മളെ സൃഷ്ടിക്കുമ്പം എല്ലാവർക്കും കഴിവുകൾ തന്നിട്ടുണ്ട്, യുണീക്കായിട്ടുള്ള കഴിവുകൾ തന്നിട്ടുണ്ട്. നമുക്കുള്ള ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. ഈ കഴിവുകൾ കണ്ടെത്തി നമ്മളെ സ്പേസിനെ കൃത്യമായിട്ട് പൊസിഷനിങ് ചെയ്യുക, ബ്രാൻഡിങ് പൊസിഷനിങ് ചെയ്യുമ്പോൾ ഇൻഫ്ലുവൻഷ്യൽ പവറുള്ള ആളുകളായിട്ട് മാറും. ആ ഇൻഫ്ലുവൻഷ്യൽ പവർ നമുക്കൊക്കെ ഉണ്ട്. അത് ഒരു സാധാരണക്കാരനായ ആളുകൾ മുതൽ എസ്പെഷ്യലി ഞാൻ എൻ്റെ ഒരു ടാർഗറ്റ് ഓഡിയൻസ് ഓൺട്രപ്രണേഴ്സാണ്. ഓൺട്രപ്രണർ മൈൻഡ് സെറ്റുള്ള ആളുകൾക്ക് തങ്ങളുടെ കഴിവ് കണ്ടെത്തി ആ ഒരു ഇൻഫ്ലുവൻഷ്യൽ പവർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ ബിസിനസ്സിന് അതെങ്ങനെ ഉപയോഗപ്പെടുത്താം, അതുപോലെ തന്നെ എങ്ങനെ ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാം, ഈവൻ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നാളെ ഒരു തലമുറയ്ക്ക് കുറച്ച് കാര്യങ്ങൾ ബാക്കി വെക്കാൻ ഉതകുന്ന തരത്തിലൊരു ലെഗസി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലാണ് ഈ ഒരു പുസ്തകം ചർച്ച ചെയ്യപ്പെടുന്നത്. പറഞ്ഞ ഇതുപോലെയാണെങ്കിൽ എല്ലാ ആളുകൾക്കും ഇതിൻ്റെ ഒരു സാധ്യതയുണ്ട്. അതായത് എല്ലാ ആളുകൾക്കും ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ബ്രാൻഡ് ആവാൻ സാധ്യതയുണ്ട്. അവരുടെ വ്യത്യസ്ത തരം പ്രൊഡക്റ്റ്. അപ്പോൾ എല്ലാവരും ബ്രാൻഡ് ആകുന്നതോടെ അതിൻ്റെ ഒരു വാല്യൂ ഇപ്പോൾ കുറച്ച് പേര് ചെയ്യുന്നതുകൊണ്ടുള്ള കുറേ കാഴ്ചക്കാരുണ്ടാകും. എല്ലാവരും ഇതിലേക്ക് ഇറങ്ങുന്നതോടെ അത് ഇടിയില്ലേ? ഇതിൽ നമുക്ക് ഓരോരുത്തരുടെയും, അതാണ് ഞാൻ നേരത്തെ പറയും, USP യുണീക്ക് സെല്ലിംഗ് പോയിന്റ് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ യുണീക്ക് വാല്യൂ പ്രപ്പോസിഷൻ എന്ന് പറയും. ഈ ലോകത്തിലുള്ള എല്ലാ ആളുകളും വ്യത്യസ്തരാണ്. നമ്മുടെ തമ്പ് പോലെ അല്ലെങ്കിൽ നമ്മുടെ പുരികം പോലെ വേറെ ആളുടെ പുരികയില്ല, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മളെ കണ്ടെത്തി നമ്മുടെ ഒരു നിഷ് മാർക്കറ്റ് ഉണ്ട്. കാരണം ഒരു പ്രൊഡക്റ്റിനോ അല്ലെങ്കിൽ സർവീസിനോ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ മില്യൺസ് ഓഫ് കസ്റ്റമേഴ്സ് വേണമെന്നില്ല. മേ ബി പൊട്ടൻഷ്യലി 100 കസ്റ്റമർ മതിയായിരിക്കും. ഇപ്പോൾ നിങ്ങളിവിടെ ചാനൽ തുടങ്ങുകയാണെങ്കിൽ ഇവിടെ എത്രമാത്രം ചാനലുണ്ട്. ഇപ്പോൾ ഞാൻ പറയുകയാണ് നിങ്ങളുടെ ഒരു ചാനൽ ഇവിടെ പ്രസക്തി ഇല്ല എന്ന് പറയാൻ പറ്റില്ല. സുപ്രഭാതത്തിനുള്ളൊരു ഓഡിയൻസ് ഉണ്ട്, ഒരു നിഷ് ഓഡിയൻസാണ്. ആ ഓഡിയൻസിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി അവർക്കുതകുന്ന രൂപത്തിൽ നിങ്ങൾ പൊസിഷനിങ് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ലെവറേജ്. അപ്പോൾ അത് എല്ലാവർക്കും ഉള്ള സ്പേസാണ്. പക്ഷേ ഈ എല്ലാ സാങ്കേതികവിദ്യ ഉണ്ടെങ്കിൽ പോലും എത്ര പേര് ഇതിലേക്ക് മുന്നോട്ട് വരും എന്നുള്ളതാണ് ചോദ്യചിഹ്നം. വളരെ മൈന്യൂട്ടായ ആളുകൾ മാത്രമേ ഇപ്പോഴും ഇതിലേക്കൊക്കെ വരുന്നുള്ളൂ. ബാക്കിയുള്ള ആളുകൾക്ക് ഒരുപാട് പേടികളും അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും അങ്ങനെയുള്ള കുറേ കോംപ്ലക്സുകൾ വെച്ച് നമ്മൾ അവിടെ ഇരിക്കും. അവിടെയാണ് ഈ സ്പേസിനെ ഓപ്പർച്യൂണിറ്റി കണ്ടെത്തിയിട്ട് വിജയിക്കുന്ന ആളുകൾ നമ്മുടെ മുന്നിൽ ഒരുപാട് റിസൾട്ട് കാണിച്ചു തരുന്നത്. അപ്പോഴും ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ വലിയ ബ്രാൻഡുകളുണ്ട്, ഒരുപാട് വലിയ ബ്രാൻഡുകളുടെ പല ബ്രാൻഡിൻ്റെയും ഓണേഴ്സ് ആരാന്ന് നമുക്ക് അറിയില്ല. ഇപ്പോൾ നമ്മൾ കാണുന്ന ഇപ്പോൾ ഒരു യൂസുഫ് അലി ഖാനൊക്കെ അറിയുന്നല്ലാതെ അതിനപ്പുറത്തേക്ക് പല ബ്രാൻഡ്, അതുപോലെ ഒരുപാട് ഹൈപ്പർ മാർക്കറ്റ് ദുബായിൻ്റെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പലരുടെയും ഉടമസ്ഥർ ആരാണെന്നുള്ളത് ആളുകൾക്ക് അറിയില്ല. ഇത്തരം ആളുകൾക്ക് ചിലപ്പം മുന്നോട്ട് വരണം എന്നാണോ പറയുന്നത്, അതോ അവരവിടെ തന്നെ ഇരുന്നാൽ മതി എന്നാണോ? അല്ല, ബേസിക്കലി ഒരു ഓൺട്രപ്രണറെ സംബന്ധിച്ചിടത്തോളം 2 തരത്തിലുള്ള ഓഡിയൻസാണ് അവർക്ക് വേണ്ടത്. ഐദർ ദേ നീഡ് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ്. അപ്പം ഈ ഒരു 2 രൂപത്തിലും ചെയ്യാൻ പറ്റിയ ഒരു ഈസി ആൻഡ് ഇഫക്റ്റീവ് മാർക്കറ്റ് വേ ആണ് പേഴ്സണൽ ബ്രാൻഡിങ്. ഇത് 100% എല്ലാവരും ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷെങ്കിൽ ഇപ്പോൾ യൂസുഫ് അലീനെ എന്തുകൊണ്ട് വീണ്ടും നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നു? ഇപ്പം ഒരുപാട് കമ്പനിയുടെ മലയാളികൾ ഓണർഷിപ്പിലുള്ള കമ്പനികളുടെ IPOയിൽ പോയിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് യൂസുഫ് അലി ക്രിയേറ്റ് ചെയ്തൊരു ബ്രാൻഡിന് എത്രമാത്രം ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? അവിടെയാണ് അതിൻ്റെ ഒരു പൊസിഷനിങ്ങിൻ്റെ വ്യത്യാസം. കാരണം യൂസുഫ് അലി അല്ലെങ്കിൽ ലുലു എന്ന് പറയുമ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റിനപ്പുറത്തേക്ക് ഒരു ഇമോഷണൽ കണക്ഷൻസ് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് യൂസുഫ് അലി നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത്.
ഈ സ്പേസിൽ ഇപ്പം ടെസ്ല ലോകത്തിലെ നമ്പർ 1 ആയിട്ട് ഇലോൺ മസ്ക് നിൽക്കുന്നുണ്ട്. പക്ഷെ ആരാംകോ അങ്ങനെ ചെയ്യുന്നില്ല. പക്ഷെ ആരാംകോ ഓൾറെഡി കമ്പനി ബ്രാൻഡിങ് അത്രയും പവർഫുള്ളാണ്. ഇത് 100% കമ്പൽസറി എന്ന വാദമൊന്നും എനിക്കില്ല. പക്ഷേ ഇതിനെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തേണ്ട ഒരു മാർക്കറ്റിംഗ് ടൂളാണ്. എസ്പെഷ്യലി വലിയ കമ്പനികൾ വിട്ടിട്ട് നിങ്ങൾ സ്മോൾ ആൻഡ് മീഡിയം ഓൺടർപ്രണേഴ്സ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചലഞ്ച് മാർക്കറ്റിംഗ് തന്നെയാണ്. അപ്പോൾ എൻ്റെ അടുത്തൊരു സ്കില്ലുണ്ട്. എനിക്ക് അത് വിറ്റിട്ട് വളരെ കൃത്യമായിട്ട് എനിക്ക് മോണിറ്റൈസ് ചെയ്യാമെന്നുള്ളത് ആഫ്റ്റർ ദ കോവിഡിന് ശേഷം ഡിജിറ്റൽ സ്പേസിലുണ്ടായ ഒരു റെവല്യൂഷൻ നോക്കിയാൽ മനസ്സിലാവും. ഇപ്പം കേരളത്തിലാണെങ്കിലും ഇവിടെയൊക്കെ ആണെങ്കിലും നിരവധി സ്റ്റാർട്ടപ്പിൻ്റെ ആളുകൾ ഇത്തരം സെൽഫ് വാല്യൂ, കാരണം ഒരേ സമയം തന്നെ ഇതിൻ്റെ സ്വയം ബ്രാൻഡ് ആവുന്നതോടെ ഒരു അംബാസഡറെ അല്ലെങ്കിൽ മറ്റൊരു ബ്രാൻഡിനെ കൊണ്ടുവന്നിട്ട് ഇത് സെല്ല് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എക്സ്പെൻസ് കുറക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് അതാണല്ലോ ഒരു വലിയ നേട്ടം പുതിയ സ്റ്റാർട്ടപ്പുകളെ സംബന്ധിച്ചിടത്തോളം. അതിനപ്പുറത്തേക്കുള്ള ബാക്കി നേട്ടങ്ങൾ എക്സ്പെൻസിനേക്കാളും ഉപരി ട്രസ്റ്റാണ്. അതായത് ഞാനിപ്പോൾ നമ്മളിപ്പോൾ രണ്ടാൾ സംസാരിക്കുമ്പം ഇതിന് പകരം നമുക്കൊരു ഇമേജ് ഇടുകയാണ്, അല്ലെങ്കിൽ ഒരു റോബോട്ട് വന്ന് സംസാരിക്കുമ്പോഴും കിട്ടാത്തൊരു ക്രെഡിബിലിറ്റി ഉണ്ട്, ഒരു ട്രസ്റ്റ് ഉണ്ട്. അത് ഹ്യൂമന് മാത്രമേ ഉള്ളൂ. ഹ്യൂമൻ ഒരു ഇമോഷണൽ ബീയിങ് ആണ്. അപ്പോൾ ഹ്യൂമൻ വാല്യൂസിനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന മനുഷ്യനാണ്. പീപ്പിൾ വിൽ ട്രസ്റ്റ് പീപ്പിൾ. ആളുകളെ വളരെ പെട്ടെന്ന് ഇഷ്ടപ്പെടാൻ പറ്റും, അവരെ കണക്ട് ചെയ്യാൻ പറ്റും. അവരെ സർവീസ് കണക്ഷനും ഇഷ്ടപ്പെടലും ഓഡിയൻസ് ആയതിനു ശേഷമാണ് പിന്നെ ഒരു പർച്ചേസിങ്ങിലേക്ക് പോകാൻ. അപ്പം ആ ഒരു ക്രെഡിബിലിറ്റി ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടറെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ഏറ്റവും വലിയ ചലഞ്ച് ഒരു ഇൻവെസ്റ്ററെ കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ്. എൻ്റെ അടുത്ത് നല്ല പ്രൊഡക്റ്റ് ഉണ്ട്, നല്ല സർവീസ് ഉണ്ട്, എൻ്റെ അടുത്ത് നല്ല പിച്ച് ഡെക്ക് ഉണ്ട്, പക്ഷെ എന്നെ ആർക്കും അറിയില്ല. അതും എന്നെ എല്ലാവർക്കും അറിയുന്നൊരു ഇൻഫ്ലുവൻസ്. അതുകൊണ്ടാണ് ഇൻഫ്ലുവൻസേഴ്സ് ബിസിനസ് തുടങ്ങി പെട്ടെന്ന് സക്സസ് ആവുന്നുണ്ട്. ഓരോ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ട്. വളരെ നാരോ ഡൗൺ ചെയ്ത് പോവുകയാണെങ്കിൽ ഓരോ ഏരിയയിലും വളരെ മൈന്യൂട്ടായ ഏരിയകളിൽ ഇപ്പം ഇമേജ് കൺസൾട്ടിങ്ങിൻ്റെ തന്നെ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഹെയർ സ്റ്റൈലിസ്റ്റ് നമ്മൾ മുന്നേ വലിങ്ങനെ കേൾക്കാത്തൊരു ഡൊമൈനാണ്. അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങളുടെ നഖം നന്നാക്കാൻ വേണ്ടി മാത്രം ആളുകളുണ്ട്, നിങ്ങളുടെ പല്ല് നന്നാക്കാൻ വേണ്ടി മാത്രം ആളുകളുണ്ട്. ഇപ്പം ആ ഒരു സ്പേസ് ഉണ്ടല്ലേ, വളരെ ഏറ്റവും ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ എല്ലാവർക്കും സ്പേസ് ഉണ്ട്. പക്ഷേ ഈ ഒരു ക്രെഡിബിലിറ്റി ഫാക്ടർ ഉണ്ടാക്കാൻ പേഴ്സണൽ ഫേസ് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി അതൊരു സുതാര്യം ട്രാൻസ്പെറൻ്റ് ആവാണ്. ആ ഒരു ഹോണസ്റ്റി, ആ ഒരു ട്രസ്റ്റ് സംഭവങ്ങളൊക്കെ പെട്ടെന്ന് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഒരു റൈറ്റർ എന്നുള്ള നിലയിലേക്ക്, അല്ലെങ്കിൽ താങ്കളുടെ ഓണ്ടർപ്രണർ ആയിട്ടാണ് തുടങ്ങുന്നത്, ഒരു റൈറ്റർ എന്നുള്ള ഒരു ലൈഫിലേക്ക് എത്തുന്നോ, അങ്ങനെ എന്തെങ്കിലും നേരത്തെ വിചാരിച്ചിരുന്നോ? എന്താണ് ഇനി റൈറ്റിങ്ങിനെ കുറിച്ചുള്ള മുന്നോട്ടുള്ള ചിന്ത? റൈറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു കോണ്ടന്റ് ഡെലിവറിയാണ്. ഇപ്പം ഞങ്ങൾ പറയുമ്പോൾ 4 തരത്തിലുള്ള കോണ്ടന്റ് ഉണ്ട്. ഇമേജ് ഉണ്ട്, വീഡിയോസ് ഉണ്ട്, ഓഡിയോസ് ഉണ്ട്, ടെക്സ്റ്റ് കോണ്ടന്റ് ഉണ്ട്. ഞാനൊരു പേഴ്സണൽ ബ്രാൻഡ് എന്നുള്ളൊരു സ്പേസിൽ നിൽക്കുമ്പം ഐ നീഡ് ടു ബി വാക്ക് ദ ടോക്ക്. ഇപ്പം ഡിജിറ്റൽ സ്പേസിലും ഐ എം എ ക്യാമറ ഷൈ പേഴ്സണാണ്, ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഞാനൊരു ഡിജിറ്റൽ സ്പേസിലേക്ക് വരുമ്പം പീപ്പിൾ വിൽ ടോക്ക് ഹു ആർ യു എന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു ഫർഹാൻ അക്തർ ഷോ എന്നുള്ളൊരു ഷോ ചെയ്തു. ഓൺടർപ്രണേഴ്സിനെ ഫീച്ചർ ചെയ്ത് വളരെ യുണീക്ക് ആയിട്ടുള്ളൊരു മോഡൽ ഇംപ്ലിമെൻറ്റ് ചെയ്തു. അതുമല്ലാതെ എൻ്റെ ഒരു ഒബ്വിയസ്ലി മറ്റുള്ളവരെ ബ്രാൻഡ് ചെയ്യുന്നതിനേക്കാൾ ഉപരി എന്നെ ബ്രാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ഷോൻ്റെ പേര് എന്താ, ഫർഹാൻ അക്തർ ഷോ എന്നാണ്. വലിയ ഓൺടർപ്രണേഴ്സും ഹായ് ഫർഹാൻ അക്തർ ഷോ എന്ന് വന്നിട്ട് എൻ്റെ ഷോയിൽ പറയും. മറ്റുള്ള ഷോയിൽ അങ്ങനെ അവരെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള കൊള്ളുന്നില്ല. അപ്പം നമ്മളൊരു സ്പേസിൽ നിൽക്കുമ്പം ലൈക്ക് വി നീഡ് ടു ബി വാക്ക് ദ ടോക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളൊരു ജേണിയാണ്. ആൻഡ് ബേസിക്കലി നമ്മൾ ഇപ്പം കോളേജിൽ പഠിക്കുമ്പോൾ, സ്കൂൾ പഠിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ സംഭവം ഉണ്ട്, ഏതാനും ഉപന്യാസം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു ഓഥർ എന്ന് പറയുമ്പം ഒബ്വിയസ്ലി നമ്മളെ ഫീൽഡിൽ ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു റിസോഴ്സ് പേഴ്സൺ ആവണമെങ്കിൽ ഒബ്വിയസ്ലി വി നീഡ് ടു ഗിവ് ദ ഡീറ്റെയിൽഡ് റിസർച്ച്. അപ്പോൾ ആ റിസർച്ചിൽ വരുമ്പം ഇതിൽ കുറച്ച് ആളുകൾക്ക് ഇമ്പാക്റ്റ് ഉണ്ടാണെങ്കിൽ, ഇപ്പോൾ ഞാൻ നേരത്തെ പറയാം ലെഗസി എന്ന് പറയുന്ന സംഭവം നമ്മളെ കാലശേഷം, നമ്മളൊരു സ്മോൾ സ്പാൻ ഓഫ് ടൈം ഇവിടെ കഴിഞ്ഞു പോകും. ഈ കാലശേഷവും ആളുകൾക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് കിട്ടാൻ, ഒരു റെഫറൻസ് കിട്ടാൻ, ഒരു ഡോക്യുമെൻറ്റ് പ്രൂഫായിട്ട് വേണമെങ്കിൽ ഇപ്പോഴും പുസ്തകത്തിനുള്ളൊരു പ്രാധാന്യം ഡിജിറ്റലിനേക്കാളും കൂടുതൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ താങ്കളുടെ ബിസിനസ്സിനെ കുറിച്ചും കൂടി 2 വാക്ക് പറയാൻ. നമ്മൾ ബേസിക്കലി ഡിജിറ്റൽ ബിസിനസ്സിലാണ് ഞാനിപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഡൊമൈന് വരുന്നത് പേഴ്സണൽ ബ്രാൻഡിങ് സ്ട്രാറ്റജിസ്റ്റ് എന്നുള്ളതാണ്. ഇപ്പോൾ മലയാളി ഓഡിയൻസിനാണ് നമ്മൾ കൂടുതലായിട്ടും ടാർഗറ്റ് ചെയ്യുന്നത്. അവർക്ക് വേണ്ടിയിട്ടുള്ള 1-to-1 കൺസൾട്ടേഷൻ ട്രെയിനിങ് പ്രോഗ്രാം, ഓൺട്രപ്രണേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമാണ്. അതുപോലെ തന്നെ ഓൺട്രപ്രണേഴ്സിൻ്റെ SMEകളിലുള്ള സ്റ്റാഫിനുള്ള ട്രെയിനിങ് പ്രോഗ്രാംസും നമ്മൾ ചെയ്യുന്നുണ്ട്. അതിലാണ് ഇപ്പം ആസ് എ പേഴ്സണൽ ബ്രാൻഡിങ് സ്ട്രാറ്റജിസ്റ്റ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ബിസിനസ് മോഡൽ നമ്മളൊരു വെഞ്ചർ സ്റ്റുഡിയോ ആണ്. അതിപ്പം നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാർട്ടപ്പ് കാര്യങ്ങളിലൊക്കെ 0 to 1, 1 to 10 എന്നുള്ളൊരു മോഡലിൽ വി വിൽ ഗിവ് ദ 360 സൊല്യൂഷൻ. ഇപ്പോൾ ബി എ ബ്രാൻഡ് എന്നുള്ള ഫർഹാൻ അക്തറിന്റെ പുസ്തകം ഷാർജ ബുക്ക് ഫെയറിൽ വെച്ചിട്ട് റിലീസ് ആവുകയാണ്. പുസ്തകത്തിനും താങ്കളുടെ ഓണ്ടർപ്രണർഷിപ്പിനും എല്ലാവിധ ആശംസകളും നേരുന്നു.